ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ നമുക്ക് അഭിമാനം സമ്പാദിക്കാൻ കഴിഞ്ഞ മലയാളികൾ ഒരാൾ. അദ്ദേഹം ഒരിക്കൽ ഈ തലശ്ശേരി സെഷൻസ് കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്ന കാലമായിരുന്നു അത്. കുറച്ച് മുമ്പാണ് 1946 നടന്ന തപാൽ സമരത്തിന് നേതൃത്വം നൽകിയതുമായി ബന്ധപ്പെട്ട് കീഴ്ക്കോടതി AK ഗോപാലിനെ AKG ശിക്ഷിച്ചിരുന്നു. ആ വിധിക്കെതിരെ തലശ്ശേരി സെഷൻസ് കോടതിയിൽ AKG അപ്പീൽ കൊടുത്തു. AKGക്കായി കോടതിയിൽ ഹാജരായത് വി ആർ കൃഷ്ണയ്യരും. കൃഷ്ണയ്യരെ കണ്ട ഉടനെ ജഡ്ജിക്ക് പെട്ടെന്ന് കലി വന്നു. ഇങ്ങനെ ഒരു തെമ്മാടിക്ക് വേണ്ടി ഹാജരാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? അപ്പോൾ ജഡ്ജിയുടെ ചോദ്യമാണ്. ഒരു മുഖഭാവ വ്യത്യാസവും ഇല്ലാതെ കൃഷ്ണയ്യർ പറഞ്ഞു, AKG എൻ്റെ കക്ഷിയാണ്, താങ്കൾ എനിക്ക് പറയാനുള്ളത് കേൾക്കൂ എന്ന് പറഞ്ഞു. ജഡ്ജിക്ക് അത് അത്ര സുഖിച്ചില്ല. കൃഷ്ണയ്യരും ജഡ്ജിയും തമ്മിൽ നല്ല വാക്കേറ്റമായി കോടതി മുറിയിൽ. എൻ്റെ ശിരസ്തദാർക്ക് പോലും ഒരു പോസ്റ്റ്മാനേക്കാൾ കുറവാണ് ശമ്പളം, എന്നിട്ടും നിങ്ങൾ AK ഗോപാലൻ പോസ്റ്റ്മാൻ്റെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരം സംഘടിപ്പിക്കുന്നു. ജഡ്ജി കലിപൂണ്ട് പറഞ്ഞു. ഉടനെ വന്നു മുഖത്തടിച്ച പോലെ വി ആർ കൃഷ്ണയ്യരുടെ മറുപടി, യുവർ ഓണർ, താങ്കളുടെ ശിരസ്താദാർക്ക് പോസ്റ്റ്മാനേക്കാൾ ശമ്പളം കുറവാണെങ്കിൽ പോസ്റ്റ്മാനേക്കാൾ മുമ്പേ സമരം ചെയ്യേണ്ടത് ഈ ശിരസ്താദാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. വി ആർ കൃഷ്ണയ്യരുടെ മറുപടി കേട്ട് കോടതിയിൽ പൊട്ടിച്ചിരി ഉയർന്നു. നിങ്ങൾക്ക് ചെറുപ്പമാണ്, എൻ്റെ ശിരസ്താദാരോട് സമരം ചെയ്യണമെന്ന് പറഞ്ഞത് കോടതി രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് ഉപയോഗിക്കലാണ്. ഇത് ആവർത്തിച്ചാൽ നിങ്ങൾക്ക് ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും, ജഡ്ജി അന്ത്യശാസന രൂപത്തിൽ അരിച്ചത്തോടെ ഭീഷണിയിൽ പറഞ്ഞു. കൃഷ്ണയ്യർ പക്ഷേ വക്കാലത്തൊഴിയാൻ സമ്മതിച്ചില്ല. അദ്ദേഹം AK ഗോപാലന്റെ വക്കാലത്തുമായി മുന്നോട്ട് പോയി. ജഡ്ജി പക്ഷേ കേസ് കേൾക്കാൻ വിസമ്മതിച്ചു. തുടർന്ന് തലശ്ശേരി കോടതിയിലെ അഭിഭാഷകരുടെ സമരം വരെ ഉണ്ടായി. ശരിയാണ് എന്ന് ഉറപ്പുള്ള കാര്യത്തിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല എന്നായിരുന്നു വി ആർ കൃഷ്ണയ്യരുടെ വിശ്വാസം. ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാനും പാടില്ല. അതുകൊണ്ട് തന്നെ കൃഷ്ണയ്യർ AKGയുടെ കേസുമായി മുന്നോട്ട് പോയി. ജീവിതത്തിൽ ശരിയുടെ പക്ഷത്ത് നിലകൊള്ളുന്നവരാണ് ധാർമ്മിക ശക്തിയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നത് എന്ന നല്ല വിശ്വാസം നമുക്ക് വേണം. അതായത് ഏതെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും അലോസരമുണ്ടാകുമെന്ന് കരുതി നമ്മുടെ വിശ്വാസങ്ങളെ കാറ്റിൽ പറത്തി അവരുടെ മുന്നിൽ മുട്ടുമടക്കാൻ പാടില്ല. നമ്മുടെ വിശ്വാസങ്ങൾ ശരിയാണ് എന്ന ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക. നിങ്ങൾക്കും ഒരു പ്രഭാതം കാത്തിരിക്കുന്നുണ്ടാവും.